ഹലോ, ഇത് കണ്ടോ? കുഞ്ഞു മത്തി ഇനി കിട്ടുമ്പോൾ ആരും വെറുതെ വാങ്ങാതിരിക്കരുതേ. ഇത് വെച്ച് നമുക്കൊന്നൊരു അച്ചാറുണ്ടാകാം കേട്ടോ. ഒരു കാലത്ത് 400-500 രൂപയൊക്കെ കിലോന് വന്നിരുന്ന മത്തി കേട്ടോ, ഇപ്പോൾ വെറും 50 രൂപ കിലോയ്ക്ക് ആയിട്ട് വരുന്നുണ്ട്. പക്ഷെ സംഭവം ചെറുതാണെങ്കിലും ഇത് വെച്ചൊരു കിടിലൻ അച്ചാറുണ്ടാക്കാം കേട്ടോ. അപ്പോൾ അതേ ഞാൻ മത്തിയൊക്കെ നന്നാക്കി അതിനെ ചെറിയ കഷ്ണങ്ങളാക്കി ഒരു മീനിനെ 3 കഷ്ണങ്ങളാക്കിയിട്ടാട്ടോ നുറുക്കിക്കുന്നത്. അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അതുപോലെ തന്നെ ഉപ്പും ഒരു 3 വെളുത്തുള്ളിയും കൂടി ചതച്ച് ഒരു 4 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിന് ശേഷം എന്താ ഞാൻ ഓയിലിലാട്ടോ വറുത്തെടുക്കുന്നത്. അപ്പോൾ അതേ കുറച്ചേശിട്ട് വറുത്തെടുക്കാം. എന്താ ഓയിലിൻ്റെ കളർ ഇങ്ങനെയെന്ന് ആരും വിചാരിക്കരുത്. കുറച്ച് മുന്നേ ഞങ്ങൾ ചോറിനാനായിട്ട് ഇതിൽ നിന്ന് കുറച്ചെടുത്ത് പൊരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതാട്ടെ ഈ ഓയിലിൻ്റെ കളർ ഇങ്ങനെ. അപ്പോൾ ബാക്കിയുള്ളത് വെറുതെ കളയണ്ടല്ലോ, അതിൽ തന്നെ അച്ചാറിനുള്ളതും കൂടി വറുത്തെടുക്കാമെന്ന് വിചാരിച്ചിട്ടാട്ടോ ഇതിലിട്ട് വറുത്തെടുക്കുന്നത്. അപ്പോൾ കുറച്ചേശ് ഇട്ടിട്ട് വറുത്തെടുക്കാം. അപ്പോൾ എല്ലാവരും നന്നായി ഫ്രൈ ആയിട്ട് വരും കേട്ടോ. അതേപോലെ തന്നെ ഇതാ പാത്രം നിറച്ചിട്ടുണ്ടായിരുന്ന മീനാണ് കേട്ടോ. ഇത് തിരിച്ചിടാൻ എന്തൊക്കെ ഭാഗം എടുക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ കുഞ്ഞാറ്റയുടെ കയ്യിലായി പോയിട്ടാ ഫോണ്. അതുകൊണ്ടാട്ടോ നമുക്ക് ആ ഭാഗമൊന്നും വീഡിയോ എടുക്കാൻ പറ്റാണിത്. അപ്പോൾ ഫസ്റ്റ് ട്രിപ്പിൽ നമ്മൾ ഇട്ടത് കണ്ടല്ലോ, പാത്രം നിറച്ചിട്ടുണ്ടായിരുന്നു. ഫ്രൈ ആയി വന്നപ്പോൾ ഇത്തിരിക്കുള്ളൂ കേട്ടോ. അപ്പോൾ അതേ നന്നായി മുരിഞ്ഞ് വന്നപ്പോൾ നമ്മളിതിനെ വേറൊരു പാത്രത്തിലേക്ക് കോരി മാറ്റുന്നുണ്ട് കേട്ടോ. നന്നായി ഫ്രൈ ആയില്ല എന്നുണ്ടെങ്കിൽ മീൻ അച്ചാർ പെട്ടെന്ന് കേടായി പോട്ടോ. സ്മെല്ലൊക്കെ മാറിപ്പോയി. മീനല്ലേ സംഭവം, അതാട്ടോ നന്നായി നമ്മൾ ഫ്രൈ ആക്കണേ. ഇനിതാ രണ്ടാമത്തെ ട്രിപ്പും നമ്മൾ ഇട്ട് കൊടുത്ത് വീണ്ടും ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഇതുവരെ ചാള കൊണ്ട് അച്ചാറുണ്ടാക്കി നോക്കാത്തവർ ഒരു പ്രാവശ്യമെങ്കിലും കുറച്ചെങ്കിലും ഒന്ന് ട്രൈ ചെയ്യുന്നു, ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ. അങ്ങനെ നമ്മളെല്ലാവരും മീനെ വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അച്ചാറുണ്ടാക്കാൻ തുടങ്ങാം. പിന്നെ ഞാൻ നല്ലെണ്ണ കേട്ടോ അച്ചാറുണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ചീഞ്ചട്ടിലേക്ക് ഒരു 3/4 ഭാഗത്തോളം എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എണ്ണ നമ്മൾ അച്ചാറിൻ്റെ മേലെ ഇങ്ങനെ തെളിഞ്ഞ് നിൽക്കണം കേട്ടോ കുപ്പിയിലാക്കുമ്പോൾ. അല്ലാന്നുണ്ടെങ്കിൽ അച്ചാർ പെട്ടെന്ന് പൂപ്പലൊക്കെ പിടിച്ച് കേടായി പോകും കേട്ടോ. ഇനി ഇതാ എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കട്ടെ. ഈ ഒരു പാത്രത്തിൽ കാണുന്നത് മൊത്തം ഇട്ട് കൊടുക്കണില്ല കേട്ടോ. ഞാനത് എൻ്റെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ പറയാറുണ്ടല്ലോ, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കി വെക്കുന്നത്. അപ്പോൾ ഭയങ്കര എളുപ്പമാണോ ചില സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ നേരമില്ലാത്ത സമയത്ത് നമ്മളതൊന്ന് അരയ്ക്കാൻ നിൽക്കണ്ട, സ്റ്റോർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് പണി കഴിയും കേട്ടോ. അപ്പോൾ കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്തോരം നമുക്ക് അച്ചാറിൻ്റെ ഗ്രേവി ആവശ്യമുണ്ട് അതനുസരിച്ചിട്ട് അത് നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് മീൻ അച്ചാർ. ഇങ്ങനെ മീൻ അച്ചാർ ഉണ്ടാക്കുമ്പോൾ ഗ്രേവി ഇല്ലേ എന്നാണ് ചോദിക്കുക. നല്ല ടേസ്റ്റ് കേട്ടോ ഈ ഒരു ഗ്രേവി കഴിക്കാൻ തന്നെ. ഇനി ഇതാ ഈ ഇഞ്ചി വെളുത്തുള്ളീൻ്റെ ഒരു പച്ചക്കുത്തില്ലേ അതൊന്ന് മാറുന്ന വരെ നമുക്ക് നന്നായി വഴറ്റിയെടുക്കാം. പിന്നെ എണ്ണയിൽ തന്നെ ആക്കാൻ ശ്രമിക്കുക കേട്ടോ. പിന്നെ ഞാൻ അതിനിടയിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കുഞ്ഞാറ്റ ഫോൺ തരാത്ത കാരണം കേട്ടോ ചില ഭാഗങ്ങൾ മിസ്സായി പോകുന്നത്. അപ്പം മിസ്സായ കാര്യങ്ങൾ ഞാനിവിടെ പറയുന്നുണ്ടേ. ഇപ്പം മഞ്ഞൾപ്പൊടിയുടെയും ആ റോ സ്മെല്ല് മാറുന്ന വരെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. ഒരു 2-3 മിനിറ്റ് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. പിന്നെ നമ്മൾ തീ നന്നായി കുറച്ച് വെച്ചിട്ട് വേണം ബാക്കിയുള്ളത് ചേർക്കാൻ. അല്ലാന്നുണ്ടെങ്കിൽ തീ കൂടുതലാണെന്ന് തോന്നാന്നുണ്ടെങ്കിൽ നമുക്ക് തീ ഓഫാക്കിയിട്ടായാലും ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതാ എരിവിന് ആവശ്യത്തിനുള്ള സാധാ മുളക് പൊടി കേട്ടോ ഞാൻ ചേർത്ത് കൊടുത്തേക്കുന്നത്. ഓൾറെഡി നമ്മൾ മീൻ വറുക്കുമ്പോൾ മുളക് പൊടി ഇട്ടിട്ടാണ് ചെയ്തത്. പിന്നെ ആ ഗ്രേവിയിലേക്ക് വേണ്ട മുളകിൻ്റെ ഇത് മാത്രം നോക്കിയാൽ മതി കേട്ടോ. പിന്നെ ഈ കളറിന് വേണ്ടി കുറച്ച് കാശ്മീരി ചില്ലിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു കളറും കൂടി കിട്ടും കേട്ടോ. ഇനി അതൊരു 2-3 മിനിറ്റ് കൂടി ഇതിനെയും നമുക്ക് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ലല്ലോ ഗ്രേവിയിലേക്ക്, ഉപ്പിട്ട് കൊടുക്കുക. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. ഇനി നമ്മുടെ മെയിൻ സംഭവം ഉണ്ടല്ലോ, വിനാഗിരി ചൊറുക്ക എന്നൊക്കെ പറയും, അതാട്ടോ ഒഴിച്ച് കൊടുത്തേക്കുന്നത്. ചൊറുക്ക ഒഴിച്ച് 2-3 മിനിറ്റ് കൂടി നമ്മൾ ഇതിനെ തിളപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചൊറുക്കൊക്കെ ചേർക്കുന്ന കാരണം പെട്ടെന്നൊന്നും അച്ചാറൊന്നും കേടാവില്ല കേട്ടോ. നല്ല മണമാണ് കേട്ടോ വരുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കായത്തിൻ്റെ സ്മെല്ലൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒരു നുള്ളു കായപ്പൊടിയും അതേപോലെ ഉലുവ വറുത്ത് പൊടിച്ചതും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ അതൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. ഇനി നമ്മുടെ ഗ്രേവിയിൽ ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കാം, എരിവൊക്കെ ഉണ്ടോ എന്ന് നോക്കാം.
എന്നിട്ട് എന്താ പോരായെന്ന് നമുക്ക് തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കുറച്ചും കൂടെ ആഡ് ചെയ്തിട്ട് ഒന്നും കൂടി ഒന്ന് തിളപ്പിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ജൂൺ ജൂലൈ ഒക്കെ ട്രോളിങ് വരല്ലേ, അതിന് മുന്നേ ഇപ്പം ചാളയ്ക്ക് നല്ല റേറ്റ് കുറവായിട്ടാണ്. മാർക്കറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു 200 രൂപയ്ക്കുണ്ടെങ്കിൽ ഒരു 4 കിലോനൊക്കെ വാങ്ങിച്ചിട്ട് വരാം കേട്ടോ കുഞ്ഞു മത്തി. അപ്പോൾ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം കേട്ടോ. പിന്നെ ഇതേ നമ്മൾ ഫ്രൈ ആക്കിയ മീനും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട്, എൻ്റെ ബക്കറ്റ് കേടായി കേട്ടോ. ബക്കറ്റ് കേടായ കാരണം ചീനച്ചട്ടി പിടിക്കാത്ത കാരണം അത് മറിഞ്ഞ് പോയിട്ടോ, തുണി വെച്ച് പിടിക്കാൻ മടിയായ കാരണം കേട്ടോ. ഇനി ഇതായതൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. നല്ല സ്മെല്ലാട്ടോ വരുന്നത്. ഇത് ഒന്നും കൂടി നെയ്യിൽ കിടന്ന് തിളയ്ക്കട്ടെ. പിന്നെ ഇതൊരു അച്ചാറിട്ട് അപ്പം തന്നെ കഴിക്കുന്നതിനേക്കാളും ഒരു 2-3 ദിവസം കഴിഞ്ഞ് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ആ മീനിലേക്ക് ഈ വിനാഗിരിയുടെയും അതേപോലെ തന്നെ നമ്മുടെ ഈ ഗ്രേവിയുടെ ഒക്കെ ഇത് പിടിച്ചിട്ട് ആ മൊരിഞ്ഞ മീനൊക്കെ നല്ല സോഫ്റ്റ് ആവും കേട്ടോ. നല്ല ടേസ്റ്റാണ്. അത്രയ്ക്കും നല്ല സോഫ്റ്റ് ആവില്ല, എന്നാലും ആ മീനൊക്കെ ഇതാവും. ഇപ്പം മീനിട്ട് കഴിഞ്ഞാൽ നമ്മൾ ഫ്രൈ ആക്കി കാരണം മീൻ ഇതൊക്കെ കൂടുതലായിട്ട് എണ്ണയും വിനാഗിരിയുടെ ഇതൊക്കെ വലിച്ചെടുക്കേ. അപ്പോൾ ഇത്തിരി കൂടുതലായിട്ട് ഒക്കെ ഒഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ അച്ചാറിൻ്റെ പരിപാടി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. നല്ല ടേസ്റ്റാട്ടോ. അപ്പോൾ നിങ്ങളെങ്ങനെയാണ് മത്തി അച്ചാർ ഇടാമെന്നും കൂടി ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം. നമ്മൾ ചൂര, കുടുത, അതേപോലെ തന്നെ കേര, ബ്രാല് അങ്ങനെയൊക്കെ ഇതേ രീതിയിൽ തന്നെയാണ് കേട്ടോ അച്ചാറിടാറ്. ഇനി നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഉപ്പൊക്കെ ഇല്ലയെന്നുണ്ടെങ്കിൽ ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. കാണാൻ തന്നെ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കാം. അത്രയ്ക്ക് നല്ല ടേസ്റ്റ് ഉള്ളതാണ് കേട്ടോ, വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്രയുള്ളൂ നമ്മുടെ വീഡിയോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ, സീ യു. ചോറിൻ്റെ കൂടെയൊക്കെ വേറെ കറിയൊന്നും ഇല്ലെങ്കിലും ഈ ഒരു അച്ചാർ മാത്രം മതിയിട്ട് നമുക്ക് ചോറ് ഉണ്ണാനായിട്ട് കണ്ട. അപ്പോൾ എല്ലാവരും വേഗം ഇതേപോലെയൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാം കേട്ടോ.